ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലാണ്. കാരണം ഞാൻ ഇതുവരെയായിട്ട് ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആക്കാം നേരത്തെ. അപ്പോൾ അടിപൊളിയായിട്ട് ആ കണ്ട മുഞ്ചുള്ളൊരു അവൽ മിൽക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടും 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. മോളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പഴമാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് പഴം ഒന്ന് ഉടച്ച് ചേർക്കുക. അപ്പോൾ 3 ഗ്ലാസ്സിലേക്കും 2 വീതം പഴമാണ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എല്ലാ പഴവും ഒരു പഴം വീതം ഉടച്ചെടുക്കാം. പിന്നെ നെക്സ്റ്റ് പഴം രണ്ടാമത്തത് അങ്ങനെ ഉടച്ചെടുക്കുക. അപ്പോൾ എല്ലാതും ചടപട ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഴമൊക്കെ ഇവിടെ ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളതായ രീതിയിലായിരിക്കും. അത് എൻ്റെ രീതിയാണ്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഐസ്ക്രീമും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ രീതിയിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് എസ്പി ആക്കി എടുക്കാം. പക്ഷേ നമ്മൾ നോർമൽ അവൽ മിൽക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീമും കാര്യമൊന്നും ആഡ് ചെയ്യാത്തത്. എന്നാലും കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതന്നെ ധാരാളം. നമുക്കെല്ലാം പഴം അതുപോലെ ഉടച്ചെടുക്കാം. ഷട ഉടച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിട്ടില്ല. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച് ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് പഴമൊക്കെ ഇപ്പോൾ 3 ഗ്ലാസ്സത്തെ പഴങ്ങളും ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് അധികം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊരിയാവലിട്ട് കൊടുക്കാം. പൊരിയാവലും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടല്ല, കുറച്ച് ചെറുങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ആഡ് ചെയ്യേണ്ട രീതിക്കുള്ള മിക്സിങ്ങാണ്. പിന്നെ നമുക്ക് വേണ്ടത്ര കുടിക്കുമ്പോൾ മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ മധുരം ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരമുള്ള പഴം ആയതുകൊണ്ട് തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് സാധാ മിച്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിച്ചറൊക്കെ ഇട്ട് കൊടുത്താൽ അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റല്ലേ. പിന്നെ ഈ ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് അധികം മധുരം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു ബോംബെ മിച്ചറില്ലേ, ഈ മധുരമുള്ള ഈ ബോംബെ മിച്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ഈ ടൈമിൽ നമുക്ക് പീനട്ടും ബദാം, പിസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെറിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫൈനൽ ലുക്കായി. പിന്നെ 2-3 ചെറിയൊക്കെ കുട്ടികളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊക്കെ കഷ്ണങ്ങളാക്കി പീസാക്കി ഇട്ട് കൊടുത്താൽ അതങ്ങനെ ഒരു ടേസ്റ്റ്.